അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശിക്ഷ ഇറക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ പള്ളിയെ നിസ്കാരം, ദിക്ർ മുതലായ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതി മാത്രം അന്യോന്യം സ്നേഹിക്കുകയും രാത്രിയുടെ അവസാന ഘട്ടത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതായും കണ്ടാൽ ആ ശിക്ഷയെ നിർത്തിവെക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. ഈ ഹദീസ് ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിരിക്കുന്നു. അബൂദർദാ, സൽമാൻ റളിയല്ലാഹു അൻഹും അവർക്ക് അയച്ച ഒരു കത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അധിക സമയം കഴിഞ്ഞുകൊടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളിയതായി ഞാൻ കേട്ടിട്ടുണ്ട്: പള്ളി മുത്തക്കിങ്ങളുടെ വാസസ്ഥലമാണ്. പള്ളിയിൽ അധിക സമയം താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ അനുഗ്രഹം നൽകുന്നതും അവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നതും ഖിയാമത്ത് നാളിൽ സിറാത്ത് വഴി ഏറ്റവും എളുപ്പം അവരെ കടത്തിവിടുന്നതും എൻ്റെ തൃപ്തിയാകുന്ന ഭാഗ്യം അവർക്ക് ഞാൻ നൽകുന്നതുമാണ് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: പള്ളികൾ അള്ളാഹുവിൻ്റെ വീടുകളാണ്. വീടുകളിൽ പോകുന്ന ആളുകളെ ബഹുമാനിക്കപ്പെടും. ഇക്കാരണത്താൽ പള്ളിയിൽ ഹാജരാകുന്നവർ അള്ളാഹുവിനാൽ ബഹുമാനിക്കപ്പെടും എന്നത് നിശ്ചയമാണ്. ആരെങ്കിലും പള്ളികളോട് ഇണക്കമുള്ളവരായാൽ അള്ളാഹുവും അവരോട് ഇണക്കമുള്ളവനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു: മയ്യത്തിനെ ഖബറടക്കം ചെയ്ത് ആളുകൾ പോയിത്തീരുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ അവനെ പരിശോധിക്കാനായി വന്നെത്തും. ആ സമയത്ത് അവൻ മുഅ്മിനാണെങ്കിൽ നിസ്കാരം അവൻ്റെ തലയുടെ ഭാഗത്തും, സക്കാത്ത് വലതു ഭാഗത്തും, നോമ്പ് ഇടതു ഭാഗത്തും, മറ്റ് സൽപ്രവർത്തികൾ കാലിൻ്റെ ഭാഗത്തും വന്നു നിൽക്കുന്നതും മറ്റാർക്കും അവനിലേക്ക് അടുക്കാൻ കഴിയാത്ത വിധം ഈ അമലുകൾ അവനെ വലയം ചെയ്യുന്നതുമാണ്. അപ്പോൾ മലക്കുകൾ ദൂരെ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നതാണ്. ഒരു സഹാബി വിവരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ജീവിത പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവരോട് നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ
താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, താങ്കളും അതിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. താങ്കളോട് നാം ജീവിത വസ്തുക്കൾ ആവശ്യപ്പെടുന്നില്ല, ആഹാരം നൽകുന്നത് നാം തന്നെയാണ്. അവസാന രക്ഷ മുത്തക്കിങ്ങൾക്കാണ് എന്ന ത്വാഹ സൂറത്തിലെ 132 വചനം ഓതിക്കേൾപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ, പ്രത്യേകിച്ച് അതിൽ വരുന്ന പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.